ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ 10th പ്രിലിം സീരീസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് SCERT സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ ആ സീരീസ് തുടങ്ങിയ സമയത്ത് കിട്ടിയൊരു സപ്പോർട്ട് ആ സീരീസിന് തുടർന്ന് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളത് കണ്ടിന്യൂ ചെയ്യാതിരുന്നത്. സോ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അവസരം തരുവാണ്. ഈ ക്ലാസ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പ്രധാനപ്പെട്ട ഒരുപാട് ചാപ്റ്ററുകൾ അല്ലെ, ഇപ്പൊ കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് SCERT എന്ന് പറയുന്നതാണ്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൂടെയാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്കൊരു SCERT ചാപ്റ്റർ പഠിക്കാം. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യാൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കേരള PSC ന്യൂ SCERT സീരീസിലെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ജീവികളിലെ രാസസംവേദനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഹോർമോണുകളെ കുറിച്ച് അല്ലെ, നിങ്ങൾക്കറിയാം അല്ലെ, ഹോർമോണുകളെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന ഒരു ചാപ്റ്റർ ആണ് 4ാമത്തെ അധ്യായം. 10ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായം ജീവികളിലെ രാസസംവേദനം. അതാണ് നമ്മൾ ഇന്ന് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ആദ്യം ഞാൻ നിങ്ങൾക്ക് SCERT സോഴ്സ് വെച്ച് പഠിപ്പിക്കും. അതിനുശേഷം ഞാൻ അതുമായി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും. ശേഷം നമുക്ക് കുറച്ച് മോഡൽ ചോദ്യങ്ങളൂടെ പഠിക്കാം. PYQ ആയി ചോദിച്ച ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പഠിക്കാം. വ്യക്തമാണല്ലോ. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ. ആദ്യം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് അവിടെ കാണാൻ കഴിയും. ഇവിടെ എന്താ പറയുന്നത്, FW വെൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഹോളണ്ടിലെ ഒരു സസ്യശാസ്ത്രജ്ഞനാണ്. FW വെൻറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം സസ്യങ്ങളിലെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിനിടെ ഓട്സ് സസ്യത്തിന്റെ ബീജശീർഷാഗ്രം, അതായത് ഈ പറയുന്ന ഓട്സ് എന്ന് പറയുന്ന സസ്യം ഉണ്ടല്ലോ, അതിന്റെ ബീജശീർഷാംഗം മുറിച്ചെടുത്ത ജെല്ലി പോലുള്ള പദാർത്ഥമായ അഗറിന്റെ കട്ടയിൽ സൂക്ഷിച്ചു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം ബീജശീർഷാംഗങ്ങൾ നീക്കം ചെയ്ത് അഗറിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം അത് മുറിച്ചെടുക്കുകയാണ്. ഇനി ഈ ഓട്സിന്റെ ബീജശീർഷാംഗം മുറിച്ച ഭാഗത്ത് അഗറിന്റെ കട്ട വെച്ചപ്പോൾ സസ്യാഗ്ര മുകളിലേക്കും ഒരു വശത്തേക്കുമായി ചേർത്ത് വെച്ചപ്പോൾ എതുവർഷത്തേക്കും വളരുന്നതായി ശ്രദ്ധിച്ചു. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ കാണുന്നത് പോലെ ഈ ആരോട്ട സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു, വളരുന്നു. ഇനി സസ്യാഗ്രഹത്തിന്റെ വളർച്ചയ്ക്കിടയിൽ ഇത് പിന്നീട് കണ്ടെത്തുകയും ഇതിന് ഓക്സിൻ എന്ന് പേരിടുകയും ചെയ്തു. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഓക്സിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതെന്താണ് കാരണം, അതൊരു സസ്യ ഹോർമോൺ ആണ് കേട്ടോ. ഓക്സിൻ എന്ന് പറയുന്നത് ഇത് സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഇത്തരം നിരവധി രാസവസ്തുക്കളെ പിൽക്കാല ശാസ്ത്രജ്ഞരെ കണ്ടെത്തി. അവ സസ്യ ഹോർമോണുകൾ എന്നറിയപ്പെട്ടു. സോ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയി കാണാൻ കഴിയുന്നത് സസ്യ ഹോർമോണുകളെ കുറിച്ചാണ്. അതിൽ തന്നെ എടുത്ത് പറയുന്നത് ഓക്സിനെ കുറിച്ചാണ്. അപ്പൊ ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ചത് ഓക്സിജൻ ആണ് കേട്ടോ. ഓക്സിൻ എന്ന് പറയുന്നത് ഒരു സസ്യ ഹോർമോണാണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഹോർമോണും ജീവൽ പ്രവർത്തനങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ സസ്യങ്ങളിലും ജന്തുക്കളിലും കാണപ്പെടുന്നുണ്ട്. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ അതിന്റെ ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെല്ല് എന്ന് പറയുന്നുണ്ട്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ അതിന്റെ ലക്ഷ്യകോശം അഥവാ ടാർഗറ്റ് സെല്ല് എന്നാണ് പറയുന്നത്. ചോദിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഏതൊരു ഹോർമോണിന്റെയും ലക്ഷ്യകോശത്തിൽ നിന്ന് അനുയോജ്യമായ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ഏതൊരു ഹോർമോണിന്റെയും ലക്ഷ്യകോശത്തിൽ, അതായത് ഈ ടാർഗറ്റ് സെല്ലിൽ എന്തുണ്ടായിരിക്കും, അതിനനുയോജ്യമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവ കോശസ്തരത്തിലും കോശത്തിനുള്ളിലും കാണപ്പെടുന്നു. ഹോർമോണുകളും റിസപ്റ്ററുകളും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഹോർമോണുകളും റിസപ്റ്ററുകളും ചേർന്ന് എന്ത് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ ഒരു സംയുക്തം രൂപപ്പെടുത്തുന്നു. അതിന്റെ പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ സംയുക്തമാണ് കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്, ഈ പറയുന്ന ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇനി ജന്തുക്കളിൽ അന്തസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ രക്തത്തിലൂടെ ലക്ഷ്യകോശത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് ജന്തുക്കളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇവിടെ സസ്യ ഹോർമോണുകൾ വേര്, കാണ്ഡം, കോശങ്ങൾ എത്തിക്കുന്നു. അതായത് നമ്മൾ നോർമലി ഒരു ജന്തുവാണ് എന്ന് വിചാരിക്കുക. ജന്തുവാണെന്നുണ്ടെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ത് ചെയ്യുന്നു, രക്തത്തിലൂടെയാണ് ലക്ഷ്യകോശത്തിലേക്ക് എത്തിക്കുന്നത്. അറിയാലോ. പക്ഷേ
സസ്യ ഹോർമോണുകൾ വേര്, കാണ്ഡം എന്നിവയുടെ അഗ്രഭാഗങ്ങളിലോ വിത്തുകളിലോ തളിരിലകളിലോ ആണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സസ്യ ഹോർമോണുകൾ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? വേര്, കാണ്ഡം എന്നിവയിലോ അഗ്രഭാഗങ്ങളിലോ അല്ലെങ്കിൽ വിത്തുകളിലോ അതല്ലെങ്കിൽ തളിരിലകളിലോ ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കും സൈലത്തിലൂടെയോ ഫ്ലോയത്തിലൂടെയോ സംവഹനം ചെയ്തപ്പെട്ട് ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നു. ജന്തുക്കളുടെ രക്തത്തിലൂടെയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന എന്തിലൂടെയാണ്? സൈലത്തിലൂടെയും ഫ്ലോയത്തിലൂടെയുമാണ് സംവഹനം ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? ഇവിടെ നോക്കിയേ, ഹോർമോണുകൾ ലക്ഷ്യകോശത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി, ആ പിക്ചറിന്റെ അവിടെ തന്നെ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഓക്സിന്റെ പ്രവർത്തനമാണ്. എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നില്ല, വലിച്ചു വാരി തരുന്നില്ല. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ, ചെയ്തിട്ടുണ്ടാകുമല്ലോ എന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ആദ്യത്തെ കോളത്തിൽ എന്ത് പറയുന്നു? സസ്യകാണ്ഡത്തിന്റെ നേരെ മുകളിലായി സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഓക്സിൻ കാണ്ഡത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു. അപ്പൊ ഇവിടെ സൂര്യപ്രകാശം പതിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓക്സിൻ കാണ്ഡത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു? തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി സസ്യകാണ്ഡത്തിന്റെ ഒരു ദിശയിൽ മാത്രമാണ് പ്രകാശം ലഭിക്കുമ്പോൾ ഓക്സിൻ കാണ്ഡത്തിന്റെ എതിർവശത്തേക്കാണ് നീങ്ങുന്നത്. അതായത് സൂര്യപ്രകാശം വരുന്നത് ഈ ദിശയിലാണെങ്കിൽ ഈ പറയുന്ന ഓക്സിനുകളൊക്കെ പോകുന്നത് എങ്ങോട്ടാണ്? അതിന്റെ എതിർ ദിശയിലേക്കാണ് കേട്ടോ, എതിർവശത്തേക്കാണ് നീങ്ങുന്നത്. അവിടെയുള്ള കോശങ്ങളിലെ ഹോർമോൺ റിസപ്റ്ററുകളുമായി ഓക്സിൻ കൂടിച്ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടുത്തുകയും അതിന്റെ ഫലമായി കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി സൂര്യപ്രകാശം ഇങ്ങനെയാണ് വരുന്നത്, ചിന്തിക്കുക കേട്ടോ. സൂര്യപ്രകാശം ഇങ്ങനെയാണ് വരുന്നത്. നിഴൽ വശത്തെ കോശങ്ങൾ ദീർഘീകരിക്കുകയും കോശ ദീർഘീകരണം സംഭവിച്ച ഭാഗത്തേക്ക് അല്ലെങ്കിൽ മറുവശത്തേക്ക് വളയുകയും ചെയ്യുന്നു. അപ്പൊ കണ്ടോ, ഇവിടെ പറയുന്ന ഈ സൈഡിലല്ലേ ഓക്സിൻ വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? കോശ ദീർഘീകരണമാണ് സംഭവിക്കുന്നത്. ഈ ഓക്സിൻ കൂടി ചേരുന്നു, സോ വലുതാവുന്നു. ഇതെന്ത് ചെയ്യുന്നു? ഈ സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞു വളരുന്നു. ഇതാണ് ഓക്സിന്റെ പ്രവർത്തനം. ഇതാണ് ഓക്സിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോണിന്റെ പ്രവർത്തനം. മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് പറയുവാണ് കേട്ടോ, സിമ്പിളായിട്ട് പറയുവാണ്. ഇനി ശ്രദ്ധിച്ചേ, സസ്യ ഹോർമോണുകളും ധർമ്മങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് സസ്യ ഹോർമോണുകൾ, എന്തൊക്കെയാണ് അതിന്റെ ധർമ്മങ്ങൾ, വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഇവിടെ നോക്കിയേ, അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ അബ്സിസിക് ആസിഡ് വിത്തുകളുടെ സുഷുപ്താവസ്ഥയിൽ നിലനിൽക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വരെ എന്ത് ചെയ്യുന്നു? ഈ അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത് വിത്തുക്കളുടെ സുഷുപ്താവസ്ഥയിൽ നിൽക്കുന്നു. അതായത് സുഷുപ്തിയിൽ ആണ്ടവ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ചലനങ്ങളൊന്നുമില്ലാതെ ഒരുപാട് കാലത്തേക്ക് അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ് സുഷുപ്താവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ നിലനിൽക്കുന്നതാണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഗിബ്ബർലിനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിബ്ബർലിനുകൾ ഇതെല്ലാം സസ്യ ഹോർമോണുകളാണ് കേട്ടോ. ഗിബ്ബർലിനുകൾ വിത്തുക്കളുടെ സുഷുപ്താവസ്ഥ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി സൈറ്റോകിനിനുകൾ എന്താ ചെയ്യുന്നത്? സൈറ്റോകിനിനുകൾ അത് മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കുന്നു. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മുളയ്ക്കുന്ന വിത്തുകളില് കോശവിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? സൈറ്റോകിനിനുകളാണ്. ഇനി ഓക്സിനുകൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഓക്സിനുകൾ കാണ്ഡത്തിന്റെ നീളം കൂട്ടുകയും പാർശ്വമുകുള വളർച്ചയെ തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇതിന്റെ ധർമ്മങ്ങളാണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാണ്ഡത്തിന്റെ നീളം കൂട്ടുകയും പാർശ്വമുകുള വളർച്ചയെ തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി ഗിബ്ബർലിനുകളും സൈറ്റോകിനുകളും എന്ത് ചെയ്യുന്നു? കാണ്ഡങ്ങളിലും വേരുകളിലും കോശവിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഈ പറയുന്ന പേരുകളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് കേൾക്കൂട്ടോ. ഞാൻ ഇതിന്റെയൊക്കെ ഓരോരോ ധർമ്മങ്ങളാണ് പറയുന്നത്. സോ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ വീണ്ടും സൈറ്റോകിനുകളെ കുറിച്ച് പറയുന്നുണ്ട്. പാർശ്വമുകുള വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നു. ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിക്കുന്ന ആരാണ്? അത് സൈറ്റോകിനുകളാണ് കേട്ടോ. നിങ്ങൾ കാണില്ലേ ഒരു മഞ്ഞ കളറിലില്ല? അങ്ങനെ ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിക്കുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈറ്റോകിനുകളാണ്. ഓക്കെ, ഇനി ഓക്സിനുകൾ എന്താ ചെയ്യുന്നത്? പൂക്കളുടെ ഉൽപാദനത്തെയും ഫലരൂപീകരണത്തെയും സ്വാധീനിക്കുന്നത് ആരാണ്? ഓക്സിൻ എന്ന് പറയുന്ന സസ്യ ഹോർമോണാണ്. ഗിബ്ബർലിനുകൾ വീണ്ടും ഫലങ്ങളുടെയും വിത്തുക്കളുടെയും വളർച്ച ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഫലങ്ങളുടെയും വിത്തുക്കളുടെയും വളർച്ച ഉത്തേജിപ്പിക്കുന്നത് ഗിബ്ബർലിനുകളാണ്. സൈറ്റോകിനുകൾ എന്ത് ചെയ്യുന്നു? വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള പോഷക സംവഹനം പ്രോത്സാഹിപ്പിക്കുന്നതും സൈറ്റോകിനുകളാണ്. ഇവിടെ നോക്കിയേ, എഥിലിൻ എന്ന് പറയുന്ന ഒരു സാധനം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി ചോദിച്ച ഒരു സാധനമാണ് എഥിലിൻ എന്ന് പറയുന്നത്. ക്ലോറോഫില്ല്, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവ ശിഥിലീകരണത്തിലൂടെ ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പാകപ്പെടുത്തുന്നതിനും പഴുക്കുന്നതിനും എഥിലിൻ സഹായിക്കുന്നു. ചോദിക്കാറുണ്ട് കേട്ടോ, ഫലങ്ങൾ പഴുക്കുന്നതിന് സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണെന്ന്? എഥിലിനാണ്. ഇനി അബ്സിസിക് ആസിഡ് സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. പാകമായ ഇലകളും ഫലങ്ങളും പൊഴിക്കുന്നത് ആരാണ്? അത് അബ്സിസിക് ആസിഡ് ആണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒറ്റ പേജിലായിട്ട് തന്നിരിക്കുന്ന വളരെ വലിയൊരു കാര്യമാണ്. സസ്യ ഹോർമോണുകളും അവയുടെ ധർമ്മവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒന്നിൻ്റെ ഒരുമിച്ച് പറയുമല്ല, ഇങ്ങനെ പല പല ബോക്സുകളിലായിട്ട് ചിത്രങ്ങളുമായി തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ആദ്യം കേൾക്കുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യുക, പഠിച്ചേ പറ്റൂ. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ ആദ്യം പഠിക്കേണ്ടത് സസ്യ ഹോർമോണുകളെ കുറിച്ചാണ്. അതാണ് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ. സോ ഇതുവരെയും ലൈക്ക് അടിക്കാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ക്ലാസ് വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും നോർമലി നമ്മൾ എടുക്കുന്ന സമയം രാവിലെ 8:17 ആണ്. രാവിലെ 8:17 AM നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ ആ സമയത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ പോസ്റ്റുകൾ ഇടും. സോ അറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, സിന്തറ്റിക് സസ്യ ഹോർമോണുകളും അവയുടെ ഉപയോഗവും. അപ്പോൾ നമ്മൾ നോർമലി പറഞ്ഞത്, അതായത് നാച്ചുറൽ സസ്യ ഹോർമോണുകളാണ് അല്ലെങ്കിൽ പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളാണ്. ഇനി പഠിക്കേണ്ടത് സിന്തറ്റിക് സസ്യ ഹോർമോണുകളാണ്. അതെന്താണ് ഈ സിന്തറ്റിക് സസ്യ ഹോർമോണുകൾ എന്ന് പറയുന്നത്? പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇവയുടെ രാസഘടന മനസ്സിലാക്കി കൃത്രിമമായി ഇവ ഉൽപ്പാദിപ്പിക്കുകയും കാർഷിക മേഖലയിൽ വ്യാപകമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു വരുന്നുണ്ട്. കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് സസ്യ ഹോർമോണുകളെ കുറിച്ച് കൂടുതൽ വിവരണം കണ്ടോ, ഇവിടെ ഒരു ടേബിൾ തരുന്നുണ്ട്. ഈ ടേബിളിലാണ് സിന്തറ്റിക് സസ്യ ഹോർമോണുകളെ കുറിച്ച് പറയുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. അതിൽ ആദ്യത്തേതാണ് സിന്തറ്റിക് ഓക്സിനുകൾ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഉപയോഗം എന്താണ്? തണ്ടിൽ വേര് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്നു. തണ്ടില് വേര് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ഓക്സിൻ ആണ്. കളനാശിനിയായും ഉപയോഗിക്കുന്നുണ്ട്. കളനാശിനിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. യൂഫോഡി എന്ന് പറയുന്ന കളനാശിനിയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിന്തറ്റിക് ഓക്സിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി സിന്തറ്റിക് ഗിബ്ബർലിനുകൾ എന്ത് ചെയ്യുന്നു? മുന്തിരിച്ചെടിയിൽ കായ്കളുടെ വലിപ്പം കൂട്ടാനും കരിമ്പിന്റെ കാണ്ഡ ദീർഘീകരണത്തിനും ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ഗിബ്ബർലിനുകളാണ്. ഇനി സിന്തറ്റിക് എഥിലിൻ എന്തിനാ ചെയ്യുന്നത്? ഫലങ്ങൾ പാകപ്പെടുത്തി ഒരേ സമയം വിളവെടുക്കാൻ കാർഷിക മേഖലയിൽ എഥിലിൻ പ്രയോജനപ്പെടുത്തുന്നു. വാഴപ്പഴം, തക്കാളി എന്നിവ ഒരേ സമയം പഴുപ്പിക്കാനും ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഫലം പഴുപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിലാണ്. ഓക്കെ, അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ സിന്തറ്റിക്. ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ടേബിൾ ഞാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചേ, പൂവിടലിന് പിന്നിൽ, ഈ പൂവിടലിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. പൂക്കളുടെ ഉൽപാദനത്തിലും ഫലരൂപീകരണത്തിലും വിത്തുക്കളുടെ സുഷുപ്താവസ്ഥയ്ക്കും ഹോർമോണുകളുടെ പങ്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഹോർമോണുകൾക്ക് പരമായി ഈ പ്രക്രിയയിൽ ചില പ്രോട്ടീനുകളും ദിനരാത്രങ്ങളുടെ ദൈർഘ്യവും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ജന്തുക്കളിൽ എന്ന പോലെ സസ്യ വളർച്ചയുടെയും നിർണായക ഘട്ടങ്ങളാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അത് പൂക്കൾ ഉണ്ടാകുന്നതോടെ ആരംഭിക്കുന്നു. പൂക്കളുടെ ഉൽപാദനം ദിനരാത്രങ്ങളുടെ ദൈർഘ്യ വ്യത്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങളുടെ ഈ പ്രതികരണമാണ് ഫോട്ടോ പിരിയോയിഡിസം എന്ന്. അതൊന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ. ഈ ഫോട്ടോ പിരിയോയിഡിസം എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. സസ്യങ്ങളുടെ ഈ പറയുന്ന പ്രതികരണമാണ് എന്ത്? ഫോട്ടോ പിരിയോയിഡിസം. അതിനെ അടിസ്ഥാനമാക്കിയാണ് പൂവിടൽ കാലം, പരാഗണം, വിത്ത് രൂപീകരണം. ഈ പരാഗണം ഇപ്പോൾ 10th പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചാണ് കേട്ടോ. പരാഗണം, കൃത്രിമ പരാഗണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ബയോളജിയുടെ ഈ പറയുന്ന NCERT SCERT സോഴ്സ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ലൈവ് ഉണ്ട്. അവിടെ വ്യക്തമായിട്ട് ഈ പറയുന്നുണ്ട് കേട്ടോ പരാഗണത്തെ കുറിച്ച്. സോ ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഈ ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ 2 ചോദ്യങ്ങളിലധികം വന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ഇത് കേട്ടോ 10th പ്രിലിംസിന്. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ്. സോ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം. വിത്ത് രൂപീകരണം തുടങ്ങിയ ഘട്ടങ്ങൾ സസ്യങ്ങൾ ക്രമീകരിക്കുന്നതൊക്കെ ഈ പറയുന്ന ഇതിനെ അടിസ്ഥാനമാക്കിയാണ്. ഇനി ഫോട്ടോ പിരിയോഡിസസിൽ പ്രകാശഗ്രാഹി വർണ്ണകമായ ഫൈറ്റോക്രോം മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോ പിരിയോഡിസത്തിലെ പ്രകാശഗ്രാഹി വർണ്ണകത്തിന്റെ പേരെന്താണ് ചോദിക്കാം? ഫൈറ്റോക്രോം ആണ് കേട്ടോ. ഫൈറ്റോക്രോം ആണ്. കാണ്ഡത്തിന്റെ അറ്റത്തുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ് ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ചോദ്യം വരാം, കാണ്ഡത്തിന്റെ അഗ്രത്തുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിൽ രൂപപ്പെടുത്തുന്ന വർണ്ണകം ഏതെന്ന് ചോദിക്കാം. അതേതാണ്? അത് ഫൈറ്റോക്രോം ആണ് കേട്ടോ. ഫൈറ്റോക്രോം ആണ്. ഓക്കെ ആണല്ലോ. ഇലകൾ ഫൈറ്റോക്രോമിന്റെ സഹായത്താൽ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം തിരിച്ചറിയുകയും പൂവിടാനുള്ള സമീപം കാണ്ഡത്തിന്റെ അഗ്രമെരിസ്റ്റത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അഗ്രമെരിസ്റ്റത്തിലേക്കാണ് കേട്ടോ. അഗ്രമെരിസ്റ്റത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് പൂക്കളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ സസ്യ ഹോർമോണുകളുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് പോയിന്റുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ തരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സസ്യ ഹോർമോണുകൾ, ഇത് സസ്യാന്ന് എഴുതിയത് വന്നിരിക്കുകയാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. സസ്യ ഹോർമോൺ തന്നെയാണ്. സസ്യ ഹോർമോൺ എന്ന ആശയം ആദ്യമായി വ്യക്തമാക്കിയത് ആരുടെ പരീക്ഷണത്തിലൂടെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ഹോളണ്ടിലെ സസ്യശാസ്ത്രജ്ഞനായ
FW വെന്റ് ആണ് കേട്ടോ. FW വെന്റ് ഓട്സ് സസ്യത്തിന്റെ ബീജശീർഷാഗ്രം ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് ഓക്സിൻ എന്ന ഹോർമോണിനെ കണ്ടെത്തിയത്. ഇനി സസ്യങ്ങളിലെ ലക്ഷ്യകോശം എന്നാൽ എന്ത്? ഒരു നിശ്ചിത ഹോർമോൺ ഏത് കോശത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ കോശത്തെ ഹോർമോണിന്റെ ലക്ഷ്യകോശം എന്ന് വിളിക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, ഞാനത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരാണ് കേട്ടോ. ഇനി പ്രധാന സസ്യ ഹോർമോണുകളും അവയുടെ ധർമ്മങ്ങളും പട്ടികപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തേത് ഓക്സിൻ ആണ്. കോശ ദീർഘീകരണം, കാണ്ഡത്തിന്റെ നീളം കൂട്ടൽ, ഫലരൂപീകരണം എന്നിവയെ സഹായിക്കുന്നു. അപ്പോൾ കോശത്തിന്റെ ദീർഘീകരണം, കാണ്ഡത്തിന്റെ നീളം കൂട്ടൽ, ഫലരൂപീകരണം എന്നിവയെ സഹായിക്കുന്നത് ഓക്സിൻ ആണ്. ഇനി ഗിബ്ബറലിനുകൾ എന്ന് പറയുന്നത് വിത്തുക്കളുടെ സുഷുപ്താവസ്ഥ ഇല്ലാതാക്കുന്നു, ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. ഇത് രണ്ടും എന്താണ്? ഗിബ്ബറലിനാണ് ചെയ്യുന്നത്. ഇനി സൈറ്റോകൈനിൻ എന്താ ചെയ്യുന്നത്? കോശവിഭജനം ഉത്തേജിപ്പിക്കുകയും ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഈ ഇലകൾ പഴുക്കുന്നത് എന്ന് പറയുന്നത് അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതേപോലെ തന്നെ ഫലങ്ങൾ പഴുക്കുന്നത് അത് എതിലിനാണ്. എതിലിൻ. പഴങ്ങൾ പഴുക്കുകയും ഇലകളും ഫലങ്ങളും പാകമായി കൊഴിയുന്നതിനും സഹായിക്കുന്നത് എതിലിനാണ്. ഇനി അബ്സിസിക് ആസിഡ് എന്താ ചെയ്യുന്നത്? പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുകയും വിത്തുക്കളുടെ സുഷുപ്താവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നത് അബ്സിസിക് ആസിഡ് ആണ്. അവസാനമായി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എന്താണ് ഫോട്ടോ പീരിയോഡിസം എന്നാണ്. പൂക്കളുടെ ഉൽപാദനം പകൽ വെളിച്ചത്തിൽ ദൈർഘ്യമാവുകയും ഈ പകൽ വെളിച്ചത്തിന്റെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങളുടെ ഈ പ്രതികരണത്തെയാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലെ. ഈ ഫോട്ടോയിസം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രകാശവുമായി ബന്ധപ്പെട്ട ടേമാണ് ഈ ഫോട്ടോ എന്ന് പറയുന്നത്. സോ അത് വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, വെളിച്ചത്തിന്റെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന പൂക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. ഇതിൽ ഫൈറ്റോക്രോം എന്ന വർണ്ണകമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ആ വർണ്ണകത്തിന്റെ പേരാണ് ഫൈറ്റോക്രോം എന്നുള്ളത്. വ്യക്തമായിട്ട് മനസ്സിലായോ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയൊരു ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിന്റെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ചാപ്റ്ററാണ്. അത് നമുക്ക് ഒരൊറ്റ ക്ലാസ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്രയും പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം, ഒരുപാട് ലെങ്ത് ആയി പോകും. സോ അത്ര ലെങ്ത് ആവുന്നില്ല. ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുവാണ്, ഈ ക്ലാസ് നിങ്ങൾ എത്രത്തോളം സക്സസ് ആക്കുന്നു. സോ അതിന്റെ രണ്ടാം പാർട്ട് എത്ര പേർക്ക് ആവശ്യമുണ്ട്. ഞാൻ SCERT ക്ലാസ്സുകൾ ഇട്ട സമയത്ത് നിങ്ങൾക്ക് SCERT എന്ന് പറയുന്ന പ്ലേലിസ്റ്റ്, ഇതിന്റെ പ്ലേലിസ്റ്റ് ആണ് ന്യൂ SCERT ഓൾഡ് SCERT എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുള്ളത്. അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ആദ്യം എടുത്ത ക്ലാസ്സിന് ശേഷം അവസാനം എടുത്ത ക്ലാസ് വരേക്ക് നിങ്ങളൊന്ന് നോക്കുക. ആദ്യം എടുത്ത ക്ലാസ്സിന്റെ 10% പേര് പോലും അവസാനം എടുത്ത SCERT ക്ലാസ് കണ്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന ക്ലാസ്സുകൾ ലേറ്റ് ആവുന്നത്. SCERT അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞാൻ ഒരുപാട് ലൈവുകൾ എടുത്തു. അത്ര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളത് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്ലാസ് ഇതിന്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റിൽ അറിയിക്കുക കേട്ടോ. രണ്ടാമത്തെ പാർട്ട് വേണമെന്ന്. ഇവിടെ തീരുന്നില്ല, ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യാം? അതുകൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് വെച്ചോളാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ശ്രദ്ധിച്ചേ, മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോൺ ഇത്. സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോൺ ഓക്സിൻ ആണ്. കോശങ്ങളുടെ നീളം വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏത്? കോശങ്ങളുടെ നീളം വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അതും ഓക്സിൻ ആണ്. ഇനി തണ്ടിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ, തണ്ടുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഓൾറെഡി ആ ബോക്സിൽ പഠിച്ചതാണ്, അത് ഗിബ്ബർലിൻ ആണ്. ഗിബ്ബർലിൻ. വിത്തിന്റെ മുളപ്പിക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോൺ, വിത്തിന്റെ മുളപ്പിക്കലുമായി ബന്ധപ്പെട്ട ഹോർമോൺ ഏതാണ്? അതും ഗിബ്ബർലിൻ ആണ്. ഗിബ്ബർലിൻ. ഇനി കോശ വിഭജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോൺ ഏതാ എന്ന് ചോദിച്ചാൽ അത് സൈറ്റോകൈനിൻ ആണ്. ഇലകളുടെ വാർദ്ധക്യം വൈകിപ്പിക്കുന്ന ഹോർമോൺ ഏത്? അതായത് ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിക്കുന്ന ഏതാണ്? സൈറ്റോകൈനിൻ ആണ്. ഞാൻ ഓൾറെഡി നോക്കി വെക്കാൻ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, പഴങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോൺ എതിലിനാണ്. ഞാൻ പറഞ്ഞു, പഴങ്ങൾ പഴുക്കാൻ കാരണമാകുന്ന ആരാണ്? അത് എതിലിനാണ്. ഇനി വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അത് എതിലിനാണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് പഠിച്ചു വെച്ചേക്കണം. വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് എതിലിനാണ്. എതിലിൻ. വളർച്ചയെ തടയുന്ന സസ്യ ഹോർമോൺ ഏത്? വളർച്ചയെ തടയുന്ന സസ്യ ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അബ്സിസിക് ആസിഡ് ആണ്. വിത്തിന്റെ നിദ്രാവസ്ഥയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഏത്? വിത്തിന്റെ നിദ്രാവസ്ഥയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ ഏത്? അതും ഏതാണ്? അബ്സിസിക് ആസിഡ് ആണ്. ഈ നിദ്രാവസ്ഥ എന്ന് പറയുന്നതാണ് സുഷുപ്താവസ്ഥ എന്ന് പറയുന്നത്, രണ്ടും സെയിം ആണ് കേട്ടോ. ഇനി ഇല പൊഴിയൽ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഇല പൊഴിയൽ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അത് അബ്സിസിക് ആസിഡ് തന്നെയാണ്. അബ്സിസിക് ആസിഡ് തന്നെയാണ് ഇല പൊഴിയൽ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോൺ. ഫലവികാസത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അത് ഓക്സിൻ ആണ്. ഫലവികാസത്തിന് സഹായിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ ഓക്സിൻ ആണ്. തണ്ടിന്റെ അഗ്രമുകളിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അതും ഓക്സിൻ ആണ്. തണ്ടിന്റെ അഗ്രമുകളിൽ നമ്മൾ ഓൾറെഡി കണ്ടാണല്ലോ ആ പിക്ചറിലെ. ഇങ്ങനെ ഒരു പിക്ചർ കണ്ടില്ലേ? ആ പിക്ചറിൽ നമ്മൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അതെന്താണ്? ഓക്സിൻ ആണ്. ടിഷ്യൂ കൾച്ചറിൽ കൂടുതലായും ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത്? അത് സൈറ്റോകൈനിൻ ആണ് കേട്ടോ. ടിഷ്യൂ കൾച്ചറിൽ
ടിഷ്യൂ കൾച്ചറിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് സൈറ്റോകിനിൻ ആണ്. കുള്ളൻ സസ്യങ്ങളെ ഉയരത്തിൽ വളരാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് PYQ ആണ്. കുള്ളൻ സസ്യങ്ങളെ ഉയരത്തിൽ വളരാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് ഗിബർലിൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചാണ് കേട്ടോ. PYQ ആണ്. പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത്? അത് എഥിലിൻ ആണ്. പഴങ്ങൾ കൃത്രിമമായിട്ട് പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏത്? ഇതും PYQ ആണ്. ഇത് മുമ്പ് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. പഴങ്ങൾ കൃത്രിമമായിട്ട് പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ എഥിലിൻ ആണ്. ജലക്ഷാമ സമയത്ത് സൊമാറ്റ അടയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ചോദിച്ചാൽ അബ്സിസിക് ആസിഡ് ആണ്. ജലക്ഷാമ സമയത്ത് സൊമാറ്റ അടയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ചോദിച്ചാൽ അത് അബ്സിസിക് ആസിഡ് ആണ്. സസ്യങ്ങളിൽ കോശവിഭജനം വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏത് ചോദിച്ചാൽ അത് സൈറ്റോകിനിൻ ആണ്. സസ്യങ്ങളിൽ കോശവിഭജനം വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏത് ചോദിച്ചാൽ അത് സൈറ്റോകിനിൻ ആണ്. ഓക്സിന്റെ പ്രധാന ധർമ്മം എന്ത്? ഓക്സിന്റെ പ്രധാന ധർമ്മം എന്താണ്? കോശത്തിന്റെ നീളം വർദ്ധിപ്പിക്കൽ. നമ്മൾ ഓൾറെഡി ആ പിക്ചറിൽ കണ്ടതാണ് അല്ലെ. കോശം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചെരിഞ്ഞു വളരുന്നു, സൂര്യപ്രകാശം ലഭിക്കുന്നിടത്തേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെയായിരുന്നു ഓക്സിജൻ ഉണ്ടായിരുന്നത്. സോ എന്ത് ചെയ്യുന്നു? സൂര്യന്റെ ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പഠിച്ചതാണ്. അപ്പൊ കോശ നീളം വർദ്ധിപ്പിക്കുന്ന ആരാണ്? ഓക്സിന്റെ പ്രധാന ധർമ്മമാണ്. ഇനി ഗിബർലിന്റെ പ്രധാന ധർമ്മം എന്താണ്? തണ്ടിന്റെ വളർച്ചയും വിത്തിന്റെ മുളപ്പിക്കലുമാണ്. തണ്ടിന്റെ വളർച്ചയും വിത്തിന്റെ മുളപ്പിക്കലും ആരുടെ ധർമ്മമാണ്? ഗിബർലിന്റെ പ്രധാന ധർമ്മമാണ്. സോ 20 മോഡൽ ക്വസ്റ്റ്യൻസ് PYQ ഉൾപ്പെടുത്തിയിട്ടുള്ള 20 മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വ്യക്തമായിട്ട് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. സോ അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. അതാണ് നമ്മൾ ആ ഭാഗം എന്ത് ചെയ്തത്? ഇതൊരു ആദ്യത്തെ പാർട്ടാണ്, സസ്യ ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഇനി ജന്തു ഹോർമോണുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ചോദ്യം വന്ന ഭാഗങ്ങൾ, മെലാറ്റോണിൻ, വാസോപ്രസിൻ എന്നൊക്കെ പറയുന്ന ഏരിയകൾ ഉണ്ടല്ലോ, അത് ഇനി രണ്ടാമത്തെ പാർട്ടായിട്ട് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യുക രണ്ടാമത്തെ പാർട്ട് വേണോ എന്ന് പറഞ്ഞിട്ട്. സോ രണ്ടാമത്തെ പാർട്ട് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവരും കേട്ടോ. സോ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ സക്സസ് അനുസരിച്ചായിരിക്കും രണ്ടാമത്തെ പാർട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു ട്രയൽ ആണ്, നിങ്ങൾക്ക് തരുന്ന ഒരു അവസരം കൂടിയാണ്. നമ്മൾ വീണ്ടും SCRT എടുത്ത് തുടങ്ങണോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നിങ്ങളാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് സക്സസ് ആക്കുക. ഇതുവരെയും ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് വെച്ചോളാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. രണ്ടാമത്തെ പാർട്ട് വേണമെങ്കിൽ കമന്റിൽ അതുകൂടെ ഒന്ന് പറയാ. ഓക്കെ അല്ലേടാ? സോ അത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞതാണ്, SCRT ചാപ്റ്ററിന്റെ പാർട്ട് 2 വേണോ എന്നുണ്ടെങ്കിൽ പാർട്ട് 2 വേണോ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത്ര പേർക്ക് ആവശ്യക്കാരുണ്ട് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെറുതെ ക്ലാസ്സുകൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയാം, അതിനനുസരിച്ച് ക്ലാസ്സുകൾ വരും. ഓക്കെ അല്ലേ? സോ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യാൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. 10th പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും 10th പ്രിലിംസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. ഇനി അതല്ല ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡിഗ്രി ലെവൽ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്യാട്ടോ. വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലേലിസ്റ്റുകൾ നമുക്ക് എല്ലാ എക്സാമുകൾക്കും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ മക്കളെ? സോ അത്രേ പറയാനുള്ളൂ. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു.